കോഴിക്കോട് പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസ് പ്രതി രാഹുൽ പി ഗോപാൽ രാജ്യം വിട്ടു. ബംഗളൂരു വഴി സിംഗപ്പൂരിലേക്ക് കടന്നുവെന്നാണ് സൂചന. പോലീസിന്റെ സഹായം പ്രതിക്ക് കിട്ടിയെന്ന ആരോപണം ശക്തമാണ്. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് പ്രതി രക്ഷപ്പെടാൻ കാരണമായതെന്നാണ് പെൺകുട്ടിയുടെ കുടുംബം ആരോപിക്കുന്നത്. വിമർശനം ശക്തമാകുന്നതിനിടെ മുഖം രക്ഷിക്കൽ നടപടി പോലീസ് തുടങ്ങിയിട്ടുണ്ട്. കൃത്യവിലോപത്തിന് പന്തീരാങ്കാവ് SHO AS സരിനെ സസ്പെൻഡ് ചെയ്തു. ഉദ്യോഗസ്ഥന് വീഴ്ച പറ്റിയെന്ന ഉത്തരമേഖല IG ചൂണ്ടിക്കാട്ടി. കേസ് അന്വേഷണത്തിന് പുതിയ സംഘത്തെ ചുമതലപ്പെടുത്തി. മർദ്ദനം നേരിട്ട പെൺകുട്ടിയുടെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും രേഖപ്പെടുത്തി. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിലെ പ്രതി രാഹുൽ രാജ്യം വിട്ടുകഴിഞ്ഞു. ഒരു കാര്യം വ്യക്തം, രാഹുലിന് രാജ്യം വിടാനായത് പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിലെ ഒരു കൂട്ടം പോലീസ് ഉദ്യോഗസ്ഥർ ഒപ്പം നിന്നതുകൊണ്ട് മാത്രമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടും വരെ പോലീസ് അനങ്ങാപ്പാറ നയത്തിലായിരുന്നു എന്നതും വ്യക്തം. മർദ്ദനമേറ്റെന്ന പരാതിയുമായി യുവതിയും കുടുംബവും പന്തീരാങ്കാവ് സ്റ്റേഷനിലെത്തിയത് ഈ മാസം 12-ന്. ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടതോടെ യുവതി ഫറോക്ക് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. യുവതിയുടെ നെറ്റിയിലും കഴുത്തിലും ചുണ്ടിലും പരുക്കുകളുണ്ടെന്നും വിദഗ്ധ ചികിത്സ വേണമെന്നും ഡോക്ടറുടെ കുറിപ്പടി. രാഹുൽ പി ഗോപാലിനെതിരെ നടപടിയെടുക്കേണ്ട SHO AS സരിൻ യുവതിയെയും കുടുംബത്തെയും ഉപദേശിക്കാനാണ് സമയം കളഞ്ഞത്. വധശ്രമക്കുറ്റം ചുമത്തി കേസെടുക്കാനും വൈകി. അവസരം മുതലാക്കി പ്രതി രാഹുൽ പി ഗോപാൽ ബംഗളൂരു വഴി സിംഗപ്പൂരിലേക്ക് കടന്നു. വിമർശനം ശക്തമായതോടെ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥനെതിരെ നടപടി. SHO AS സരിനെ സസ്പെൻഡ് ചെയ്ത് ഉത്തരമേഖല IG K സേതുരാമൻ ഉത്തരവിറക്കി. AS സരിന്റെ ഭാഗത്തുനിന്ന് പോലീസിന് ചേരാത്ത നടപടിയാണുണ്ടായതെന്ന് ഉത്തരവിൽ പറയുന്നു. സിറ്റി പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ടിന് പിന്നാലെയാണ് സസ്പെൻഷൻ. നടപടി സ്വാഗതം ചെയ്ത് യുവതിയുടെ പിതാവ്. കുറ്റം ചെയ്ത ആരായാലും അത് ശിക്ഷിക്കപ്പെടണം. മുഖ്യമന്ത്രിക്ക് ഞാൻ ഒരു പരാതി കൊടുത്തിരുന്നു. മുഖ്യമന്ത്രി അതിൽ ഇടപെട്ടു. അതോടൊപ്പം തന്നെ കോഴിക്കോട് ACPയും അതിൽ നല്ല രീതിയിൽ ഇടപെട്ടതിന്റെ ഫലമായി അങ്ങനെ ചെയ്തതിൽ സന്തോഷമുണ്ട്. അത് മറ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് കൂടി അതൊരു പാഠമായിരിക്കണം. കുടുംബം നൽകിയ പരാതിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടതോടെ പ്രത്യേക അന്വേഷണ സംഘം കേസ് ഏറ്റെടുത്തു. ഫറോക്ക് ACP സാജു K എബ്രഹാമിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. യുവതിയുടെ മൊഴി സംഘം വീട്ടിലെത്തി രേഖപ്പെടുത്തി. രാഹുലിനായി പോലീസ് ലുക്കൌട്ട് നോട്ടീസും പുറത്തിറക്കി. വിഷയത്തിൽ ഇടപെട്ട ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ 3 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ DGPയോട് ആവശ്യപ്പെട്ടു. പോലീസിനെതിരെ പെൺകുട്ടിയുടെ കുടുംബം ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം ശരിവയ്ക്കുന്നതാണ് പന്തീരങ്കാവ് SHOയ്ക്ക് ലഭിച്ച സസ്പെൻഷൻ. പ്രതിയായ രാഹുൽ ഇത്ര എളുപ്പം എങ്ങനെ സിംഗപ്പൂരിലേക്ക് കടന്നു എന്നതാണ് ഇനി ഉത്തരം കിട്ടേണ്ട ചോദ്യം. കോഴിക്കോട് നിന്ന് ദീപക് ധർമ്മടത്തിനൊപ്പം അഭിജിത്ത് മുഴക്കുന്ന് 24.